എനിക്ക് എൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡിൽ ഒരു കുട്ടി ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ് ഇതൊക്കെ. ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, റെഡ് ആൻഡ് വൈറ്റ്, വയലറ്റ്, പിങ്ക് ആൻഡ് ഡാർക്ക് വയലറ്റ്. ഇതൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരട്ടെ. ഇതിങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഗാർഡൻ ഉള്ളത്. ആ നട്ടിരുന്ന ചെടികൾ മുഴുവൻ അതിൻ്റെ ആയുസ് തീർന്നു. കണ്ടോ, അതിൻ്റെ വേരുകൾ മാത്രമായി. അപ്പോൾ എനിക്ക് കുറച്ച് പുതിയ ചെടികളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തൊട്ടടുത്ത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തിനൊരു നഴ്സറി ഉണ്ട്, അവിടെ ഇന്ന് പോയേക്കാം, ഒരു ചെറിയ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള നഴ്സറി. ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത് ഇൻഡോർ പ്ലാന്റ്സ് വച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ പീസ് ലില്ലി, ഇതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. ആന്തൂറിയം കണ്ടോ, നല്ല വലിയ ആന്തൂറിയം. ഇത് കണ്ടോ, ഓറഞ്ചിൻ്റെ മരം. ഇതിനുണ്ടല്ലോ $69 കേട്ടോ ഈ ഓറഞ്ചിൻ്റെ മരത്തിന്. പിന്നെ ഈ മരവും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും നമ്മുടെ ഓട്ടം സീസൺ വരുമ്പോൾ. ഇത് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനും $69 തന്നെയാണ്, ന്യൂസിലൻഡ് ഡോളേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലാക്കുകയാണെങ്കിൽ ഒരു 50 വെച്ചിട്ട് ഇൻറ്റു ചെയ്താൽ മതി. കണ്ടോ ഈ ചെടി, ഇത് സമ്മറിലും വിൻ്ററിലും ഉണ്ടാവും ഈ പൂവ്. കണ്ടോ, ഇത് വിൻ്ററിൽ മാത്രം ഉണ്ടാവുന്ന പൂവാണ് കേട്ടോ. ഇതിന് ഈ ചെടി എൻ്റെ കയ്യിലുണ്ട്. ഇത് ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ പ്രൈസ് £6.99 ആണ്. പേരൊക്കെ ഇത്തിരി വലുതായത് കൊണ്ടേ വായിക്കാൻ ഇത്തിരി പാടാം. ഈ ഒരു ചെടി അടിപൊളിയാട്ടോ. എൻ്റെ പേര് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന് 4-5 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. പിങ്കാണ് ഏറ്റവും കൂടുതൽ വിരിഞ്ഞ് നിൽക്കുന്നത്. എന്തൊരു ഭംഗിയായിരുന്നു കാണാമെന്നറിയോ. ഇതിൻ്റെ ഒരു പിങ്കിഷ്, ഡാർക്ക് പിങ്കിഷ്, ഒരു റെഡിഷ് ടോണിൽ ഒരെണ്ണമുണ്ട്. പിന്നെ വൈറ്റ് ഉണ്ട്. ഇതിൻ്റെ വൈറ്റിൽ മൊട്ടാണ് കൂടുതൽ. പിന്നെ യെല്ലോ ഓറഞ്ചും ഉണ്ട്, പക്ഷെ അതും മൊട്ടാണ്, വിരിഞ്ഞിട്ടില്ല. പിങ്കാണ് ഏറ്റവും വിരിഞ്ഞ് നിൽക്കുന്നത്. ഇതിന് $12.99. ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്, പിങ്കും റെഡും. ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. 2 ഇതൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത് കണ്ടോ, നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡ്. ഈ ഒരു ചെടി കണ്ടോ, ഇത് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ 3 ഷെയ്ഡ്സ് ഉണ്ട്. ഇത് പിങ്കാണ് ഫസ്റ്റ് ഷെയ്ഡ്, പിന്നെ ഒരെണ്ണം പേർപ്പിൾ കളറാണ് കേട്ടോ. ഇതാണ് എൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡും ഉണ്ട് കേട്ടോ. വൈറ്റ് കണ്ടോ. ഇതിൻ്റെ വില $20 ആണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ പൂവുണ്ടല്ലോ, ഇതിനും 2-3 ഷെയ്ഡ്സ് ഉണ്ട്. പിങ്ക് ഉണ്ടായിരുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ ഡാർക്ക് പേർപ്പിൾ കളർ ഉണ്ട്, ഒരു വൈറ്റ് ഷെയ്ഡും ഉണ്ട്. ഇതിൻ്റെ പേര് എന്താന്ന് നോക്കട്ടെ കേട്ടോ. ഉണ്ടോ പേര്? ഇതിനും ഏകദേശം $20, $19.40. അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചാണ്, ലൈറ്റ് വയലറ്റ്.
ഇത് നല്ല രസമുണ്ടല്ലേ. ഇതിന് $7.99. ഇത് നമ്മുടെ ഡെയ്സി എന്ന് പറയുന്ന ചെടി ഉണ്ടല്ലോ, ആ ഫ്ലവേഴ്സാണ്. അതിനും $8 ആയിരുന്നു കേട്ടോ. ഈ ഒരു ചെടി നമ്മുടെ നാട്ടിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് പുറത്ത് കണ്ടോ, അവിടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ഉണ്ടായി നിൽക്കുന്ന പൂക്കൾ. ഇത് നമ്മുടെ നാട്ടിൽ കാക്കപ്പൂ എന്ന് പറഞ്ഞ് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് പൂക്കളില്ലേ, അതിൻ്റെ ഒരു വകഭേദമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതാണ് പൂവ്. ഈ ഒരു പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നമ്മുടെ ചെമ്പരത്തിപ്പൂ തല കീഴായി വച്ചേക്കണ പോലെയുണ്ട് കണ്ടോ. ഇതിൻ്റെ 3 ഷെയ്ഡ്സാണുള്ളത്. പിങ്ക് ചൈനീസ് ലാൻറ്റേൺ, ഇതിൻ്റെ പേര് $17 ആണ്. കണ്ടോ അതിൻ്റെ യെല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നേരത്തെ കണ്ട പിങ്ക്, പിന്നെ അതുകൂടാതെ ഒരു റെഡ് ഷെയ്ഡും കൂടെ ഉണ്ട് കണ്ടോ, റെഡ്. ഈ ഒരു പിങ്ക് ഷെയ്ഡും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കോളാമ്പി പൂ പോലത്തെയാണെന്ന് തോന്നുന്നു. എനിക്ക് പേരറിഞ്ഞൂടാ കേട്ടോ ഇതിൻ്റെ. പക്ഷെ ഇതിൻ്റെ ആ നടുക്കലത്തെ ഷെയ്ഡ് കണ്ടോ, ഒരുമാതിരി ബ്ലാക്കിഷ് ഷെയ്ഡ്. അത് നല്ല രസമുണ്ടല്ലേ. 3 കളറ്, വൈറ്റ്, പിങ്ക് ആൻഡ് ഡാർക്ക് ബർഗണ്ടി, ബ്ലാക്ക് അറിഞ്ഞൂടാ. നേരത്തെ കണ്ട ചെടിയില്ലേ, അതിൻ്റെ അതേ വെള്ള ഷെയ്ഡ്. ഇത് കമേലിയ എന്ന് പറയുന്ന ചെടിയാട്ടോ. അതിൻ്റെ വൈറ്റ്. ഞാൻ റാൻഡമായിട്ട് എല്ലാം വേഗം കാണിച്ചു പോവാമേ. ഇത്തിരി വലിയ സ്ഥലമാണ്. ഈ പൂവ് കണ്ടോ, ഇതിൻ്റെ ഒരു വലിയ മരം അവിടെ നിൽപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കുറച്ചും കൂടെ പോകുമ്പോൾ. ഇതാണ് ന്യൂസിലൻഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഫേൺ. ഇതിനും $12 ആയിരുന്നു കേട്ടോ ഈ ചെടിക്ക് വില. ഈ ചെടികളൊക്കെ ചെറിയ ചെറിയ പോട്ടിലാണ് വച്ചേക്കണത്. ഇതിന് $2 ഉള്ളൂ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ് കണ്ടോ. ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ചെടി കണ്ടോ, നമ്മുടെ ഡെയ്സിയുടെ പല കളേഴ്സ്. ഇതിനും $8 ആയിരുന്നു. കണ്ടോ കുറേ കളേഴ്സ് ഉണ്ട് ഈ ചെടിയുടെ. $3.99. ഡെയ്സിയുടെ നല്ല കളറല്ലേ, നല്ലൊരു കളറ്. ഇത് നമ്മൾ പെൻസിൽ കട്ട് ചെയ്യുമ്പോൾ വരുന്ന പോലത്തെ ചെടിയില്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇതൊരെണ്ണം വാങ്ങിക്കും. ഇതിന് $2 ഉള്ളൂ കണ്ടോ. അവിടെ ഇത്രയും ചെടിയാട്ടോ ഞാൻ വാങ്ങിച്ചത്. അധികം പൈസയൊന്നും ആയില്ല. ഞാൻ കൂടുതലും ആ $2 ചെടികളാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം ഡെയ്സിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ആ
ഇത്രയും പൈസയും കൊടുത്ത് വാങ്ങിച്ചിട്ട് നന്നാവില്ല. ഇത് അവക്കാഡോ ചെടി $36. ഈ ഒരു ചെടി കണ്ടോ, ഇതിനകത്ത് നിറച്ച് മുട്ടുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഇത് വിരിഞ്ഞ് ഇതുപോലെ വലിയ പിങ്ക് കളറിലെ പൂവാകും. അപ്പം ഞാൻ എൻ്റെ ചെടിയൊക്കെ വാങ്ങിച്ചു. ഞാനിതിന് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഞാനിതൊന്ന് കാറിലേക്ക് കയറ്റട്ടെ. കണ്ട് ഇത്ര ചെടിയാണ് ഞാൻ വാങ്ങിച്ചത്. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് നടുവാണ് കേട്ടോ. നടുന്ന് വെച്ചാൽ ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടാണ് എപ്പോഴും നടാറുള്ളത്. എന്നാലും അത് ശരിക്കും ഇങ്ങനെ നല്ലോണം പരന്ന് വരും, ഒരുപാട് പൂക്കളുണ്ടാകും. അപ്പോൾ ഇത് നട്ടതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. പൂക്കളൊക്കെ നട്ടതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ നട്ടു വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് പടർന്ന് വലുതാകും. അപ്പോൾ അതിന് സ്പേസ് വേണം ഇത്തിരിച്ച്. അപ്പോൾ നമുക്കൊരു 1 വീക്ക് കഴിഞ്ഞ് നമുക്ക് കാണുമ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലോണം ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കൂടെ എടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഗാർഡൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.